Assalamualaikum, Namaskaram and welcome back to my channel. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു ഡെക്കറേഷൻ വീഡിയോയുമായിട്ടാണ് ട്ടോ. അപ്പോൾ ഈസി ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ഡെക്കറേഷൻ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനു മുന്നേയായിട്ട് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് നമ്മളോട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബേക്കിംഗ് ക്ലാസ് എടുത്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ഇപ്പൊ ഓഫ്ലൈൻ നമുക്ക് ഈ ഒരു സാഹചര്യം വെച്ചിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു ഓൺലൈൻ ക്ലാസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അതിന്റെ ഒരു ഇതുപോലെ ഞാൻ ഇൻസ്റ്റയിലും ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവര് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഈ ഒരു കോൺടാക്ട് നമ്പർ ഞാൻ പറഞ്ഞു, ബേക്കിംഗ് ക്ലാസ്സിന് മാത്രമായിട്ട് ഉള്ളവര്, ബേക്കിംഗ് ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്താൽ മതി. വേറൊരു ആവശ്യങ്ങൾക്ക് വേണ്ടി ആരും അതിലേക്ക് മെസ്സേജ് അയക്കണ്ട കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ലേഡീസ് ഓൺലി ആണ്. അപ്പൊ നിങ്ങൾ കൂടുതൽ എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഈ ഒരു നമ്പറിലേക്ക് വേറെ മെസ്സേജസും കാര്യങ്ങളും ഒന്നും അയക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊരു പെട്ടെന്ന് വന്നിട്ടുള്ള കേക്ക് ഓർഡർ ആയിരുന്നു കേട്ടോ. അപ്പോൾ 1 kg വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നു. അപ്പോൾ കേക്ക് ഞാനവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ക്രീമും കാര്യങ്ങളൊക്കെ വെച്ചിട്ടല്ലേ ഡെക്കറേഷൻ ചെയ്യുക. അപ്പോൾ ഞാൻ ഇത് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞാനിത് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഫോട്ടോ പ്രിൻറ്റ് എടുത്തു വെച്ചതായിരുന്നു. അപ്പോൾ ഇനിയും ഇതിനെ പറ്റി കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട്. ഇത് എഡിബിൾ അല്ല കേട്ടോ, എഡിബിൾ അല്ലാത്ത ഫോട്ടോ ആണ്. നമ്മൾ പ്രിൻ്റ് എടുക്കുന്ന ഷോപ്പിൽ പോയിട്ട് നമ്മളെ ഫോണിൽ ഫോട്ടോസ് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ പ്രിൻ്റ് എടുത്തിടും. അപ്പോൾ ഞാനിത് മോളെ ഒരു BTSൻ്റെ ആ ഒരു തീം ചെയ്തല്ലോ, ആ ടൈമിൽ ചെയ്ത് എടുത്തിട്ടുള്ള പ്രിൻറ്റുകളായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ഫോട്ടോസ് നമുക്ക് ഇങ്ങനെ എടുത്ത് വെച്ചാൽ നമുക്ക് ആവശ്യം വരുമ്പോൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല നമ്മൾ എപ്പോഴും ഒരു റോസറ്റ അങ്ങനെയൊക്കെയല്ലേ ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു വെറൈറ്റി ആയി കാണും. പിന്നെ നമ്മൾ ചെറിയ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഐറ്റം ചെയ്ത് കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ അതാ ഞാൻ ആദ്യം ഇത് ജസ്റ്റ് കേക്ക് മിൽക്ക് ഇതുപോലെ ഡയറക്റ്റ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെയാണ് എനിക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് അൺഫിനിഷ് ആവാത്ത പോലെ തോന്നും. അപ്പോൾ അത് കാരണം ഞാൻ അത് ഇങ്ങോട്ട് തന്നെ എടുത്തിട്ടോ. എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ കയ്യിലൊരു ഗ്രീന് ഈ ഒരു ലൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതൊന്ന് ആദ്യം കേക്കിൽ കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ പിന്നെയാണ് കേട്ടോ ഇതെടുത്തിട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ആ ഒരു ഗേള് ഒരു ഗ്രീൻ കളറിലായിരുന്നു. അപ്പോൾ ഞാൻ ഫുൾ ആ ഒരു ഗ്രീൻ കളറിൽ കൊടുക്കാമെന്ന് കരുതിയിട്ട് ഇങ്ങനെ ലൈസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾക്കപ്പോൾ തോന്നുന്ന ഓരോ ഐഡിയാസാണ് നമ്മൾ കേക്കിൽ ചെയ്ത് കൊടുക്കാറുള്ളത്. ചിലപ്പോൾ മുൻകൂട്ടി നേരത്തെ കിട്ടണൊക്കെയാണെങ്കിൽ നമ്മൾ തലേ ദിവസം തന്നെ ഫോട്ടോസൊക്കെ നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് വെക്കും. നമ്മൾക്കിപ്പോൾ ഇൻസ്റ്റയിലും എല്ലായിടത്തും നോക്കിയാലും നമുക്ക് ഓരോരുത്തർ ചെയ്ത ഫോട്ടോസൊക്കെ കാണില്ല. അപ്പോൾ ആ ഒരു ഐഡിയാസൊക്കെ വെച്ചിട്ട് ചെയ്യും. അപ്പോൾ അതാ ഞാൻ വീണ്ടും നമ്മൾ ആ ലേഡീനെ അവിടെ തന്നെ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടാ. ഇനി ഞാൻ ഫോണ്ടൻറ്റിലേക്ക് ഗാർഡൻ ലീഫ് നമ്മൾ ഗ്രീൻ കളർ ഉണ്ടല്ലോ, അതൊന്ന് കുറച്ച് ഡ്രോപ്സ് ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഫോണ്ടൻറ്റ് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നോസിലുണ്ടല്ലോ, നമ്മൾ യൂസ് ചെയ്യുന്ന നോസിലിൻ്റെ ബാക്ക് സൈഡ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വളരെ കുഞ്ഞ് ഡെക്കറേഷനാണ്, എന്നാൽ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ളൊരു ഡെക്കറേഷനാണ് കേട്ടോ. ഇത് എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഇഷ്ടമായി. അപ്പോൾ അത് കേക്കിലേക്ക് എത്രത്തോളം വെക്കാൻ വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് കേക്കിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ പറയുന്നതല്ല, അപ്പൾക്കപ്പോൾ ചെയ്തിട്ടുള്ള കേക്കാണ്. അതുകൊണ്ടാണ് സൈഡിൽ ഞാൻ 2 വെച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി അങ്ങനെ ഒലിച്ച് പോണ പ്രശ്നം എന്തെങ്കിലും ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ട് 2 മാത്രം ഞാൻ സൈഡിൽ വെച്ചിട്ടുള്ളൂ. പിന്നെ CMC കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് നമുക്ക് കേക്കിൻ്റെ മുകളിൽ വെക്കാനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇത് നമ്മൾ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെക്കുകയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതാ മുകളിൽ ഇതുപോലെ ഞാൻ ഓരോന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മുകളിൽ ഞാൻ കേക്ക് ഓയിൽ ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ നടുവിലായിട്ട് നമ്മൾ ഫോണ്ടൻറ്റ് കട്ടർ യൂസ് ചെയ്തിട്ട് സെയിം ഈ ഒരു ഫോണ്ടൻ്റ് ആയിട്ട് തന്നെ നമ്മൾ പേരും എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു സ്റ്റിക്കും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പക്ഷേ കേക്ക് നല്ല സിമ്പിളായിട്ട് ഹമ്പിളായി വന്നിട്ടുണ്ട്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൻ്റെ കാര്യം ആരും മറക്കണ്ട. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഫുള്ള് ഡീറ്റെയിൽസ് ഞാൻ അവിടെ പറയും കേട്ടോ. ഇനി ഇതിൻ്റെ താഴെ ആരും കമൻ്റ് ഒന്നും ചെയ്യേണ്ട. ഫീസും കാര്യങ്ങളും എല്ലാതും നമ്മൾ ആ ഒരു വാട്സപ്പ് നമ്പറിൽ വന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ റിപ്ലൈ തരും കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടല്ലോ, ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാനായിട്ട്. പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, അവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും